ഗുരുവർണ്ണന. തത്രൈകാന്തേ സുഖാസീനഃ ചൂതച്ഛായോപരഞ്ജിതേ ആശ്രമേ ധർമ്മമർമ്മജ്ഞഃ നീതിവൈജ്ഞാനികോ വിഭുഃ സർവതന്ത്ര സ്വതന്ത്രശ്ച ബ്രഹ്മനിർലീനമാനസഃ ലോകക്ഷേമപരോ നിത്യം ഭാതി നാരായണോ ഗുരുഃ. ഗുരുവിനെ വർണ്ണിക്കുകയാണ്. തത്ര, ആ ശിവഗിരിയിൽ, ഏകാന്തേ, ആരുമില്ലാത്തൊരിടത്തിൽ, വിജനത്തിൽ, ഏകാന്തത്തിൽ, ചൂതച്ഛായോ, ചൂതം എന്ന് പറഞ്ഞാൽ മാവ്, ചൂതവൃക്ഷം, ആമ്രവൃക്ഷം, മാവിനാണ് ചൂതം എന്ന് പറയുന്നത്. ഛായ എന്ന് പറഞ്ഞാൽ തണൽ, അതിൻ്റെ ആ മാവിൻ്റെ തണലിൽ, ഉപരഞ്ജിതേ, സുന്ദരമായ ആശ്രമേ, ആശ്രമത്തിൽ, പർണശാലയിൽ, സുഖാസീനഃ, സുഖമായിരിക്കുന്നവനും, ധർമ്മമർമ്മജ്ഞഃ, ധർമ്മശാസ്ത്രങ്ങൾ അറിയുന്നവനും, നീതിവൈജ്ഞാനികഃ, നീതിശാസ്ത്രങ്ങൾ പഠിച്ചവനും, സർവതന്ത്ര സ്വതന്ത്രഃ ച, സർവശാസ്ത്രങ്ങളിൽ സ്വതന്ത്രനും, ബ്രഹ്മനിർലീനമാനസഃ, ബ്രഹ്മത്തിൽ ലയിച്ച മനസ്സോടുകൂടിയവനും, ലോകക്ഷേമപരഃ, ജനങ്ങളുടെ ക്ഷേമത്തിൽ താല്പര്യമുള്ളവനും ആയ നാരായണ ഗുരുഹു, ശ്രീനാരായണ ഗുരു സദാ നിത്യം ഭാതി ശോഭിക്കുന്നു. ഇപ്പോൾ നമുക്ക് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു നല്ല ചിത്രം കിട്ടി. ശിവഗിരി എന്ന സ്ഥലത്ത് ഒരു മാവിൻ്റെ ചുവട്ടിൽ, എന്നാൽ അവിടെ ജനക്കൂട്ടമൊന്നുമില്ല, വിജനത്തിൽ, ജനം അധികം എത്തിച്ചേരാത്ത ഇടത്ത്. ഗുരു എപ്പോഴും ഇരിക്കുന്നത് അങ്ങനെയാണ്. എപ്പോഴും ധ്യാന നിർലീനനായിരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് ഗുരു. ഗുരു ശിവഭഗവാൻ തന്നെയല്ലേ? ധ്യാനിക്കുന്നതാണ് ഗുരുവിൻ്റെ ആനന്ദം. ധ്യാനം എന്ന് പറയുന്നത് കണ്ണുകൾ അടച്ചും കണ്ണുകൾ അടയ്ക്കാതെയും ധ്യാനിക്കാം. ഗുരു കണ്ണുകൾ തുറന്ന് ധ്യാനിക്കുന്ന വ്യക്തിയായി. നാം ഗുരുവിൻ്റെ അടുത്ത് ചെന്നിരുന്നാലും ഗുരു കണ്ണ് തുറന്ന് തന്നെ ഇരിക്കും. പക്ഷെ ഗുരുവിൻ്റെ മനസ്സ് ബ്രഹ്മനിർലീനമായിരിക്കും. ആ ബ്രഹ്മനിർലീന മാനസനായിട്ട് നമ്മുടെ അടുത്ത് ഗുരു ഇരിക്കുമ്പോൾ അവാച്യമായ പ്രശാന്തി നമുക്ക് അനുഭവപ്പെടും. നിങ്ങളുടെ മനസ്സിലെ ഓരോ മൃദുല വികാരങ്ങളും ഗുരു ഒപ്പിയെടുക്കുന്ന പോലെ നമുക്ക് തോന്നും. നിങ്ങളുടെ വ്യഥകളെല്ലാം ഗുരുവിൻ്റെ ബ്രഹ്മനിർലീന ചേതസ്സിൽ അലിഞ്ഞില്ലാതാകും. മഞ്ഞുതുള്ളിയിൽ സൂര്യരശ്മികൾ പതിക്കുമ്പോൾ മഞ്ഞുതുള്ളികൾ ഉരുകിപ്പോകുന്നത് പോലെ നിങ്ങളുടെ വ്യസനങ്ങളെല്ലാം ഗുരുവിൻ്റെ ബ്രഹ്മചേതസ്സിൽ നിന്നും നിർഗളിക്കുന്ന ചൈതന്യരാശിയാൽ ഇല്ലാതായിട്ട് തീരും. അതാണ് ഗുരുവിൻ്റെ സവിധത്തിലിരിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരാളുടെ മനസ്സ് ബ്രഹ്മത്തിൽ ലീനമായി കഴിഞ്ഞാൽ ആ മനസ്സ് സൂര്യതുല്യം പ്രകാശിക്കും. അത് ശാന്തിയുടെ പ്രസരണമായിട്ട് മാറും, ആനന്ദത്തിൻ്റെ പ്രസരണമായിട്ട് മാറും. ആ സവിധത്തിൽ അവാച്യമായ ആനന്ദവും സുഖവും സ്വാതന്ത്ര്യവും സമർപ്പണബോധവും അനുഭവപ്പെടും. ഒരിക്കലും ഗുരു നമ്മളെ നിയന്ത്രിക്കുന്നില്ല, ഭരിക്കുന്നില്ല. പക്ഷെ നമ്മൾ അറിയാതെ ഭരിക്കപ്പെടും, നിയന്ത്രിക്കപ്പെടും. നമ്മളിൽ സമർപ്പിക്കപ്പെടാനുള്ളൊരു മനസ്സ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ ആ ഗുരുവിന് പൂർണ്ണമായി അർപ്പിച്ചു കളയും. എല്ലാം ഗുരുവിന് വിട്ടുകൊടുക്കും. തൻ്റേതായിട്ടൊന്നുമില്ല എന്ന് ഗുരുവിൻ്റെ മുന്നിൽ നാം സ്വയം വിചാരിക്കും. എല്ലാം ഗുരുവിൻ്റേതാണല്ലോ എന്ന് വിചാരിക്കും. അതാണ് ബ്രഹ്മലീനനായിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ സവിധം എന്ന് പറയുന്നത്. ഈ ശിവഗിരി മഠത്തിലെ ഒരു ആമ്രവൃക്ഷത്തിൻ്റെ തണലിൽ ഗുരു ഇരിക്കുമ്പോൾ ലോകത്തിന് മുഴുവൻ പ്രശാന്തി കിട്ടിയത് അങ്ങനെയാണ്. ചൂതച്ഛായ ഉപരഞ്ജിതേ, മാവ് വൃക്ഷങ്ങളുടെ തണലിൽ, സുന്ദരമായ ആശ്രമത്തിൽ, സുഖാസീനൻ, സുഖമായ ഒരു ആസനത്തിൽ ഗുരു ഇരിക്കുമ്പോൾ എപ്പോഴും വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കും. കാണുന്നവനും ഇരിക്കുന്നവനും ഒരുപോലെ കംഫർട്ട് ഫീൽ. നമ്മൾ ഒരു വ്യക്തി എന്ന രീതിയിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ, നമ്മൾ സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇരുത്തത്തിൽ അതറിയാം. നിങ്ങൾക്ക് സുഖം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇരിപ്പിടത്തിൽ എങ്ങനെ നിങ്ങൾ ഇരിക്കുന്നു എന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും.
സുഖമുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ ചലനങ്ങൾ കുറഞ്ഞിരിക്കും, അവയവങ്ങളുടെ ചലനങ്ങൾ കുറഞ്ഞിരിക്കും. ഒരു വ്യക്തി അസ്വസ്ഥനായിട്ടിരിക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെ അവയവങ്ങളൊക്കെ ചലിച്ചുകൊണ്ടിരിക്കും. ചില ആളുകൾ ഇരിക്കുമ്പോൾ കാലുകൾ ഒരു മെഷീൻ്റെ അവയവം പോലെ കിടന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്ന കാണാം. അയാളുടെ മനസ്സിൻ്റെ അസ്വാസ്ഥ്യം അയാളുടെ കാലുകളിലേക്ക് വരികയാണ്. അപ്പം നമ്മളുടെ ഊർജം ബഹിർഗമിക്കാൻ വെമ്പൽ കൂട്ടും. അപ്പോൾ ഗുരുവിൻ്റെ ആസനം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, സുഖ ആസനത്തിലാണ് ഇരിക്കുമ്പോൾ അതിൽ പൂർണ്ണ തൃപ്തി. ആ ശരീരത്തിലൊക്കെ തന്നെ ആ തൃപ്തി വരുന്നത് എങ്ങനെയാണ്? പ്രാരബ്ധവാസനകൾ കുറഞ്ഞതുകൊണ്ട്. പ്രാരബ്ധവാസന ഏറുന്നതിനനുസരിച്ച് ശരീരത്തിൻ്റെ ചലനങ്ങൾ ശരീരം എപ്പോഴും ചലിക്കാൻ വെമ്പൽ കൂട്ടും. അത് പ്രാരബ്ധത്തിൻ്റെ ഒരു സവിശേഷതയാണ്. എന്നാൽ പ്രാരബ്ധങ്ങൾ കുറഞ്ഞിട്ടുള്ള ഗുരുവിൻ്റെ ആസനം സുന്ദരവും സുഖവുമായിരുന്നു. ധർമ്മമർമ്മജ്ഞ, ധർമ്മശാസ്ത്രങ്ങൾ അറിയുന്നവനാണ് ഗുരു. ധർമ്മശാസ്ത്രങ്ങൾ മനസ്സിലാക്കിയിട്ട് മർമ്മം അറിയുന്ന, ധർമ്മത്തിൻ്റെ മർമ്മം അറിഞ്ഞാലല്ലേ ധർമ്മം പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. ഗുരുവിൻ്റെ അടുത്ത് പോയി സംസാരിച്ചവരെല്ലാം ആ മർമ്മം അറിഞ്ഞവരാണ്, മർമ്മത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ചെറിയ കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും അതിൽ വലിയ അർത്ഥമുണ്ടായിരിക്കും. നർമ്മരൂപത്തിൽ ഗുരു ഒരു കാര്യം പറയുമ്പോഴും അതിൻ്റെ ഉള്ളിൽ ആഴമുള്ള ഒരു ജ്ഞാനത്തിൻ്റെ വിത്ത് വെച്ചിട്ടുണ്ട്. ഗുരു പറഞ്ഞതൊന്നും ആരും എഴുതി വച്ചില്ല, പക്ഷെ ചിലരെ എഴുതി വച്ചിട്ടുണ്ട്. അത് ഇന്ന് അമൂല്യമായ വജ്രം പോലെ നമുക്ക് സൂക്ഷിക്കാം. സംഭാഷണങ്ങൾ ഗുരു നടത്തിയിട്ടുള്ളത്. ധർമ്മമർമ്മജ്ഞ, ധർമ്മം അറിയാം ഗുരുവിന്. എന്തിനെക്കുറിച്ചും, ദൈവത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചൊക്കെ ഒരു ഉൾവെളിച്ചം ഗുരുവിനുണ്ട്. ഇതെവിടെ നിന്ന് കിട്ടി? ആരാ പഠിപ്പിച്ചു കൊടുത്തത്? പഠിപ്പിച്ച പഠിപ്പല്ല ഗുരു നമ്മളെ പഠിപ്പിച്ചത്. പഠിപ്പിച്ച പഠിപ്പുകളെല്ലാം നഷ്ടപ്പെടുന്നതാണ്. ആരിൽ നിന്നെങ്കിലും പഠിച്ചിട്ട് പഠിപ്പിക്കുന്നതല്ല ഗുരു. ഗുരുവിനെ ഈശ്വരൻ തന്നെ പഠിപ്പിച്ച് വിട്ടിരിക്കുകയാണ്. അല്ലാതെ പഠിപ്പിച്ച പഠിപ്പുകളെല്ലാം തന്നെ എത്ര ആളുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, പക്ഷെ അത് പ്രയോജനത്തിൽ വരാൻ സാധ്യമില്ല. പക്ഷേ ഈശ്വരൻ പഠിപ്പിച്ചു വിട്ടവർ പഠിപ്പിച്ചാൽ പെട്ടെന്ന് പഠിക്കും. നമ്മൾ പഠിപ്പിച്ചാൽ ആളുകൾക്ക് അത് പഠിക്കാൻ പറ്റില്ല. പക്ഷെ ഈശ്വരൻ പഠിപ്പിച്ചവരുണ്ട്. ഈശ്വരൻ പഠിപ്പിച്ചവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കുന്നവൻ്റെ ഉള്ളിൽ ആഴത്തിൽ പതിയും. അങ്ങനെയാണ് ഗുരു ലോകത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. ചെറിയ സംഭാഷണങ്ങളായിരിക്കാം, പക്ഷെ വലിയ മാറ്റങ്ങൾ അവരിലും ഉണ്ടാകും.